ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് ബേബി കോൺ കിട്ടിയിട്ടുണ്ട്. നല്ല ഇളം കോണാണ് കിട്ടിയിട്ടുള്ളത്, കൂടുതൽ മൂത്തിട്ടില്ല. നമുക്കതൊന്ന് ടിക്ക ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി അത് തിളയ്ക്കുമ്പോൾ ഈ ബേബി കോൺ അതിൽ ഇട്ട് കൊടുക്കുക, ഒന്ന് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് വെള്ളം വാർത്തിട്ട് നമുക്ക് മസാല പുരട്ടിയിട്ട് നമ്മൾ ചിക്കൻ, മട്ടൻ, ബീഫൊക്കെ ടിക്ക ഉണ്ടാക്കും പോലെ തന്നെയാണ്. അതിൽ കുറച്ച് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. വെന്ത് വന്നിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. വെള്ളം വാർന്ന ശേഷം നമുക്ക് മസാല അതിൽ പുരട്ടിയെടുക്കണം. പാത്രത്തിൽ 2 സ്പൂൺ തൈര്, നല്ല പുളിയുള്ള തൈര്, അല്ലെങ്കിൽ 2 സ്പൂൺ ലെമൺ എടുക്കാം. ലെമണാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് എന്താ ഇഷ്ടമുള്ളത് എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കടലമാവ് ഇട്ടിട്ടുണ്ട്, ഗ്രാം ഫ്ലവർ ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ വേണമെന്നില്ല. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊരു പുളിരസം കുറച്ച് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അതിൻ്റെ കൂടെ കുറച്ച് കസ്തൂരി മേത്തി ഇടുന്നുണ്ട്. അത് നമ്മുടെ സാധാരണ ഉലുവച്ചീര ഉണക്കി പൊടിച്ചത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ബേബി കോൺ വെച്ചിട്ട് കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മുടെ സാധാരണ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ പച്ച ഈർക്കലാണെങ്കിലും കുഴപ്പമില്ല, അതിലൊന്ന് കുറ്റിക്കെട്ടാം. വെറുതെ ഒന്ന് കുട്ടികൾക്ക് പിടിച്ച് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം. ഇത് നമുക്ക് നന്നായി ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കാം. എന്താ നമ്മുടെ ഇഷ്ടം, അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തീ സിമ്മിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് മറിച്ചിട്ട് പൊരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാകുമ്പോൾ കുറച്ച് നേരം സമയം പിടിക്കും വെന്ത് കിട്ടാൻ. എണ്ണയിൽ മുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കരിയാൻ പാടില്ല. തീ സിമ്മിൽ വെക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ നല്ല മാതിരിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.